സൂറത്തു മറിയം 14-ാമത്തെ വചനമാണ് ഇനി നമുക്ക് എടുക്കാനുള്ളത്. വരെ എടുത്തു. മില്ലതുന്ന വസക്കാത്ത മക്കാണ് തഖിയ്യ, അത്രയും നമ്മൾ എടുത്തു. ഇനി അടുത്ത വചനങ്ങൾ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وبرا بوالديه ولم يكن جبارا عصيا. وسلام عليه يوم ولد ويوم يموت ويوم يبعث حيا. وبرا بوالديه ولم يكن جبارا عصيا. وسلام عليه يوم ولد ويوم يموت ويوم يبعث حيا. അടുത്ത ആഴ്ച മുതൽ മറിയം ബീവിയുടെ സംഭവമാണ് വിവരണം ആരംഭിക്കുന്നത്. യഹ്യ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന ഒരു മകനെ അല്ലാഹു തആല സക്കറിയ നബി ഇസ്ലാമിന് നൽകി. പേരടക്കം അല്ലാഹു തആല നിശ്ചയിച്ചു കൊടുത്തു. ദൃഷ്ടാന്തം നൽകി. ആ ദൃഷ്ടാന്തം യാഥാർത്ഥ്യമായി. അങ്ങനെ യഹ്യ അലൈഹിസ്സലാം എന്ന മകൻ ജനിച്ചു. പിന്നീട് യഹ്യ നബിയെ പറ്റിയാണ് കഴിഞ്ഞ ആയത്തുകളിൽ പറഞ്ഞ യാ യഹ്യ ഖുദിൽ കിതാബ ബിഖുവ്വ വആതൈനാഹുൽ ഹുക്മ സ്വബിയ്യ. അദ്ദേഹത്തോട് വേദഗ്രന്ഥം മുറുകെ പിടിക്കാനുള്ള കൽപ്പനയുണ്ടായി. ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹത്തിന് നാം ഹുക്മ്, വിജ്ഞാനം നാം നൽകി, അല്ലെങ്കിൽ വിധി പറയാനുള്ള ഒരു ശേഷി നാം അദ്ദേഹത്തിന് നൽകി. വഹനാനം മില്ലദുന്ന വസകാത്തൻ, നമ്മുടെ പക്കൽ പ്രത്യേകമായൊരു അനുകമ്പയും ഒരു വിശുദ്ധിയും നാം അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട്. വകാന തഖിയ്യ, അദ്ദേഹം തഖ്വയുള്ളവനായിരുന്നു, മുത്തഖിയായിരുന്നു അദ്ദേഹം എന്ന് പ്രത്യേകമായി അല്ലാഹു തആല എടുത്ത് പറയുകയും ചെയ്യുന്നു. ഇനി നേരെ ബാക്കി തന്നെ അദ്ദേഹത്തിൻ്റെ മറ്റു ചില വിശേഷണങ്ങൾ. ഇപ്പം ഇവിടെ പറഞ്ഞു വന്ന ഹനാന്, അതേപോലെ സക്കാത്ത്, തഖിയ്യ്, ഈ മൂന്നെണ്ണം കഴിഞ്ഞ ആയത്തിൽ അദ്ദേഹത്തിൻ്റെ മഹത്വമായി വിശേഷണമായി പറഞ്ഞു. ഇനി വബർറൻ ബിവാലിദൈഹി വലം യകുൻ ജബ്ബാറൻ അസിയ്യ. വബർറൻ ബിവാലിദൈഹി, വബർറൻ അദ്ദേഹം ധാരാളമായി പുണ്യം ചെയ്യുന്നവൻ, നന്മ ചെയ്യുന്നവനായിരുന്നു. ബർറൻ, ബാറൻ എന്നർത്ഥം. ബാറ് എന്നർത്ഥത്തിലാണ് ബർറ് എന്ന് ഉപയോഗിക്കുന്നത്. ബിർറ് എന്ന് പറഞ്ഞാൽ നന്മ, ബിർറ് നന്മ. ബർറ് രണ്ടർത്ഥം വരും വേറെ. ബിർറ് നന്മ അല്ലെങ്കിൽ പുണ്യം. ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖു മിമ്മാ തുഹിബ്ബൂൻ, അതൊക്കെ ബിർറ് പുണ്യം അല്ലെങ്കിൽ നന്മ. ഇതിലുള്ള ഫാഇലാണ് ബാറുൻ. അതേ അർത്ഥം ഉപയോഗിക്കുന്ന മറ്റൊരു വാക്കാണ് ബർറുൻ. ഈ ബരീർ എന്ന് ഉപയോഗിക്കേണ്ടതും ഇതിനർത്ഥം. ബരീർ, ബിർറ് എന്ന സ്ഥാനത്ത് ബർറ് എന്ന് ഉപയോഗിച്ചാൽ അവിടെ കര എന്നുള്ള അർത്ഥമുണ്ട്. ഫസാദു ഫിൽ ബർരി വൽ ബഹർ, കരയിലും കടലിലും ഫസാദ് പ്രകടമായി എന്ന് പറഞ്ഞിട്ടുള്ള ബർറ്, കര എന്നാണ് അവിടെ അർത്ഥം. അത് ഒറ്റ വാക്കാണ്, ഇസ്മാണ് ബർറ് എന്നുള്ളത്. മറ്റത് ബിർറ് എന്നതിൽ നിന്നുള്ള ഇസ്മുഫായത്ത് എന്നാണ് ബാറ് അല്ലെങ്കിൽ ബർറ്. പുണ്യം ചെയ്യുന്നവൻ, നന്മ ചെയ്യുന്നവൻ. വബർറൻ ബിവാലിദൈഹി, അത് മജ്റൂർ തന്നെ, നന്മ ചെയ്യുന്നവൻ. ഫഈൽ വസ്നം. വബർറൻ അദ്ദേഹം നന്മ ചെയ്യുന്നവനുമായിരുന്നു. ബിവാലിദൈഹി
തൻ്റെ മാതാപിതാക്കളോട് നന്മ ചെയ്യുന്നവനായിരുന്നു അദ്ദേഹം. വബർറംബി വാലിദൈഹി, ബർറംബി വാലിദൈഹി, മാതാപിതാക്കളോട് നന്മ ചെയ്യുന്നവനായിരുന്നു. അപ്പം ഇതുവരെ അള്ളാഹുവിനോട് പറഞ്ഞു, അള്ളാഹിനോടുള്ളതാണോ തഖിയ്യ, മുത്തഖിയായിരുന്നു എന്ന് പറയുമ്പോൾ പടച്ച റബ്ബിനോടുള്ള കടപ്പാടാണ്. അത് കഴിഞ്ഞാൽ പിന്നെ മനുഷ്യ ഏറ്റവും വലിയ ബാധ്യത മാതാപിതാക്കളോടാണ്. ഖുർആൻ പല സ്ഥലത്തും അള്ളാഹിനെ പറ്റി പറഞ്ഞാൽ തൊട്ട ശേഷം മാതാപിതാക്കളെ പറ്റി പറയാറുണ്ട്. എന്ന് പറഞ്ഞ ഇഹ്സാന എന്ന പ്രയോഗം വരാറുണ്ട്. അപ്പം ഇവിടെയും അതുപോലെ തന്നെയാണ്. പടച്ച റബ്ബിനോടുള്ള കൽപ്പനകൾ അദ്ദേഹം പൂർണ്ണമായും പാലിച്ചു എന്ന് പറഞ്ഞ് തൊട്ട് പിറകിൽ തന്നെ വബർറംബി വാലിദൈഹി, മാതാപിതാക്കളുടെ കാര്യത്തിൽ അദ്ദേഹം അങ്ങേയറ്റം പുണ്യം ചെയ്യുന്നതായിരുന്നു. വാലിദൈഹി, വാലിദ് പിതാവ്, വാലിദൈനി മാതാപിതാക്കൾ, രണ്ട് പിതാവ് എന്നല്ല, മാതാവിനെയും പിതാവിനെയും കുട്ടിയാണ് വാലിദൈനി അല്ലെങ്കിൽ വാലിദാനി എന്ന് ഉപയോഗിക്കുക. ശരിക്കും വാലിദൈനി ഹി എന്നാണ്, വാലിദൈനി ഹി. പിന്നെ അവിടുത്തെ നൂന് കളയപ്പെട്ടു, അതാണ് വാലിദൈഹി. വാലിദുൻ പിതാവ്, വാലിദുൻ. പിന്നെ മാതാപിതാക്കൾ എന്ന അർത്ഥത്തിൽ വാലിദ് എന്നുള്ളത് വാലിദൈനി അല്ലെങ്കിൽ വാലിദാനി, ശരിക്കും വാലിദാനി എന്നാണ്, വാലിദാനി. പിന്നെ ബി വന്നുകൊണ്ടാണ് വാലിദാനി എന്നുള്ളത് വാലിദൈനി എന്നായി മാറിയത്. ശരിക്കുള്ളത് അസലിൽ വാലിദൈനി അല്ല, വാലിദാനി എന്നാണ് ശരിക്കുണ്ടാവുക. അതിന് മുമ്പിൽ ഇവിടെ ബി വന്നു, ബി. അപ്പൊ ബി വന്നാൽ അവസാനത്തിൽ ജറായി മാറും, കസ്റായി മാറും. അപ്പൊ അത് പകരമാണ് ഇവിടെ അലിഫിനെ മാറ്റി യാ ആക്കിയത്. അതാണ് ബി വാലിദൈനി, ബി വാലിദൈനി എന്നാണ്. ഇനി ഇതിലേക്ക് ഒരു ഹാ ചേർക്കപ്പെട്ടു, വാലിദൈനിയുടെ കൂടെ ഒരു ഹാവും കൂടി ചേർത്തു. അപ്പൊ ശരിക്കും വാലിദൈനി ഹി എന്നാവണം. പക്ഷെ ഈ ചേർക്കപ്പെടുന്ന സമയത്ത് ഈ നൂന് കളയപ്പെട്ടു പോകും. അതാണ് വാലിദൈഹി, ഈ നൂന് പോയി അവിടുന്ന്. ബി വാലിദൈഹി, ശരിക്കും ഉണ്ടാവേണ്ടത് വാലിദൈനി ഹി എന്നാണ്. പക്ഷെ വാലിദാനി എന്ന ഈ രൂപത്തിൽ വരുന്ന ഇസ്മുകൾ ഇങ്ങനെ ഇദാഫത്ത് എന്നിൽ ചേർക്കപ്പെടുമ്പോൾ ആ നൂന് കളയപ്പെട്ടു പോകും. ബഹുവചനത്തിൻ്റെ നൂനും ദ്വിവചനത്തിൻ്റെ നൂനും കളയപ്പെടും. മുസന്ന ജംഇ, ജംഇൻ്റെ നൂന് അതേപോലെ മുസന്നയുടെ നൂന്, ദ്വിവചനത്തിൻ്റെ നൂനും ബഹുവചനത്തിൻ്റെ നൂനും, ആ രണ്ട് നൂനും ഇങ്ങനെ ചേർക്കപ്പെടുമ്പോൾ കളയപ്പെട്ടു പോകുന്ന നൂനാണ്. അതുകൊണ്ടാണ് അതിവിടെ പോയത്. അതാണ് ബി വാലിദൈഹി എന്നായി മാറിയത്. വബർറംബി വാലിദൈഹി, മാതാപിതാക്കളോട് നന്മ ചെയ്യുന്നവൻ, ബിർ ചെയ്യുന്നവനായിരുന്നു അദ്ദേഹം. വലം യകുൻ ജബ്ബാറൻ അസിയ്യ, വലം യകുൻ അദ്ദേഹം ആയിരുന്നില്ല ജബ്ബാറൻ, ജബ്ബാർ ഒരു ക്രൂരൻ അല്ലെങ്കിൽ ഒരു സ്വേച്ഛാധിപത്യമുള്ളവൻ എന്നൊക്കെ അർത്ഥമുണ്ട്. അപ്പം ഞാൻ വിചാരിച്ച് നടപ്പാക്കി പോകണം, അതാ ശരിക്കും ജബ്ബാർ. താൻ എന്താണോ വിചാരിച്ചത് അത് അതേപടി നടപ്പാക്കുക, മറ്റൊരാളെയും വകവെക്കാതെ, ഒരാളുടെയും ഒരു ഇടപെടൽ നോക്കാതെ താൻ വിചാരിച്ച അതേപോലെയാണ് നടപ്പാക്കി പോവുക. പ്രത്യേകിച്ച് ദേഷ്യം വരുന്ന സന്ദർഭങ്ങളിൽ അതാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. ഒരു ദേഷ്യം വരുമ്പോൾ ആ എന്താണോ തോന്നിയത് അതങ്ങൾ ചെയ്തു പോവുക. അതാണ് ശരിക്ക് ജബ്ബാർ എന്ന പദം ഉപയോഗിക്കാറുള്ളത്. പോക്കിരി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അള്ളാഹുവിന് ജബ്ബാർ എന്ന ഇതുണ്ട്. അല്ല എന്ത് വിചാരിച്ചാൽ വന്നത് നടപ്പാക്കും. അവിടെ വേറൊരാളുടെയും സമ്മതം വേണം ഇടപെടലും അള്ളാഹുവിനെ സംബന്ധിച്ച് ആവശ്യമില്ല. അവയെല്ലാം നടപ്പാക്കാൻ കഴിയുന്നവൻ അള്ളാഹുവേ ഉള്ളൂ. അവിടെ ജബ്ബാർ അള്ളയാണ്. നമ്മളൊക്കെ അബ്ദുൽ ജബ്ബാറാണ്, ജബ്ബാറിൻ്റെ അടിമയാണ്. നമുക്ക് ജബ്ബാറാവാൻ കഴിയൂല, ജബ്ബാറാൻ നോക്കാനേ പറ്റുള്ളൂ. വിചാരിച്ചൊക്കെ നടപ്പാക്കുന്നത് കഴിയൂലല്ലോ. അതുകൊണ്ട് ജബ്ബാർ അള്ളാഹു മാത്രം, അടിമകളാരും ജബ്ബാരിങ്ങളല്ല. എന്നാൽ ജബ്ബാർ എന്ന പദം ഉപയോഗിക്കാം, അബ്ദ് കൂട്ടാതെയും ഒരാളുടെ ആ സ്വഭാവം പരിഗണിച്ചുകൊണ്ട് നീ ആൾ ജബ്ബാറാണ് എന്ന് വേണമെങ്കിൽ പറഞ്ഞാൽ അത് തെറ്റൊന്നുമല്ല. അപ്പം ജബ്ബാർ എന്ന പദം ആ അർത്ഥത്തിലാണ് ഉപയോഗിക്കപ്പെടാറുള്ളത്. അതായത് ദേഷ്യം നടപ്പാക്കുന്നവൻ, അല്ലെങ്കിൽ വിചാരിച്ചതെല്ലാം തോന്നിയതെല്ലാം അതേപടി ചെയ്യുന്നവൻ, മറ്റുള്ളവർക്ക് തന്നേക്കാൾ പ്രത്യേകിച്ച് ഒരു ഫദലുമില്ല എന്ന തോന്നലാണ് ജബ്ബാറിൻ്റെ അസലാണ്. പോകാൻ പറഞ്ഞ് കേൾക്കാൻ മാത്രം എനിക്ക് ബന്ധം, ഞാൻ പോകാൻ ചെലവിലാണ് ചോദിക്കും. അപ്പോൾ ഒരാളെയും
ഒരു പരിഗണിക്കേണ്ടതില്ല, ആരും എന്നെക്കാളും മുന്തിയതല്ല, ഞാൻ തന്നെ അവിടെ എല്ലാവരെക്കാളൊക്കെ മേലെ, അതുകൊണ്ട് ഞാൻ പറഞ്ഞ ബാക്കിയുള്ളവൻ കേട്ടോളാം എന്ന ആ തോന്നലിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ജബ്ബാർ എന്ന സ്വഭാവം മനുഷ്യന്മാർക്ക് ഉണ്ടാവാറുള്ളത്. അപ്പൊ അങ്ങനെയൊക്കെ അഹങ്കരിക്കാൻ, അങ്ങനെയൊക്കെ ഒരു മേൽക്കോയ്മ നയിക്കാൻ ആർക്കും ഇവിടെ വകുപ്പില്ല. അള്ളാഹുവിന് മാത്രമേ അതിന് ഇത് അധികാരം അവകാശം ഉള്ളൂ എന്നാണ് നമുക്ക് ഇത് മനസ്സിലാകുന്നത്. അപ്പോൾ അതാണ് ജബ്ബാർ എന്ന പദം. മൂസാ നബിയെ പറ്റി ഖുർആൻ പറഞ്ഞപ്പോൾ പറയുന്നുണ്ട്, മൂസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബദ്ധവശാൽ ഒരാൾ തൻ്റെ കയ്യാൽ കൊല്ലപ്പെട്ട സാഹചര്യം ഉണ്ടായല്ലോ. അപ്പോൾ അവിടെ ഒരീസൊരാൾ കൊല്ലപ്പെട്ടു, പിറ്റേന്ന് മൂസാ അലൈഹി വസല്ലം നടന്നു പോകുമ്പോൾ തലേന്ന് കച്ചറുണ്ടാക്കി അതേ ആള് അപ്പുറത്തവിടെ കുഴപ്പമുണ്ടാക്കണ കണ്ടു. അപ്പോൾ അദ്ദേഹം വിളിച്ചു, എന്നൊന്ന് സഹായിക്കണേ എന്ന് വിളിച്ചു. അത് വിളിച്ചപ്പോൾ മൂസാ അലൈഹി വസല്ലം ഒന്ന് ഇടിക്കാൻ വേണ്ടി ചെന്നാൽ മറ്റാൾ പറഞ്ഞു, ഈ നാട്ടിൽ കുഴപ്പമുണ്ടാക്കി ഇറങ്ങിയ ആളാണല്ലേ, നീ ആള് ജബ്ബാറാണ് എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് എന്നവിടെ പ്രയോഗിക്കുന്നത്, ജബ്ബാർ എന്ന പദം. അപ്പോഴാണ് മൂസാ അലൈഹി വസല്ലം ഒന്ന് അവൻ നിലത്ത് ഇവിടെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്, ഇവർക്ക് അറിഞ്ഞിട്ടുണ്ട് എന്ന് വരുന്നൊക്കെ ആ സമയത്താണ്. അപ്പം അവിടെ ജബ്ബാർ എന്നാണ് ആ മനുഷ്യൻ മൂസാ നബിയോട് ഉപയോഗിച്ച പ്രയോഗമായി കാണുന്നത്. അപ്പം അദ്ദേഹം ജബ്ബാറായിരുന്നില്ല, വലം യകുൻ ജബ്ബാറൻ, അദ്ദേഹം ജബ്ബാറായിരുന്നില്ല, അഥവാ വിനയമുള്ള ആളായിരുന്നു എന്നതിന് മറുവശം. ആള് ഒരു ലീൻ, ഒരു വിനയമുള്ള ലാളിത്യമുള്ള ആളായിരുന്നു, എല്ലാവരെയും പരിഗണിക്കും, എല്ലാവരുടെയും അഭിപ്രായങ്ങൾ ശ്രദ്ധിക്കും, അത് ഉൾക്കൊണ്ടും, അല്ലാതെ തനിക്ക് താൻ മാത്രം എന്ന ആ നാട്യമുള്ള ആളായിരുന്നില്ല. അപ്പോൾ അദ്ദേഹം വളരെ വിനയമുള്ള ആളായിരുന്നു എന്ന് പറയാനാണ് വലം യകുൻ ജബ്ബാറൻ, ജബ്ബാർ ആയിരുന്നില്ല. കാരണം വിനയം ഉണ്ടാകുമ്പോഴാണ് ജബ്ബാർ ആവാതിരിക്കുക, വിനയം കുറയും തോറും ജബ്ബാർ ആയിക്കൊണ്ടേ ഇരിക്കും. അതുകൊണ്ട് ഈ യഹ്യ ഇസ്ലാം വലം യകുൻ ജബ്ബാറൻ, അദ്ദേഹം ജബ്ബാർ ആയിരുന്നില്ല. അസിയൻ, അള്ളാഹുവിന് ധിക്കരിക്കുന്നവനുമായിരുന്നില്ല, അനുസരണക്കേട് കാണിക്കുന്നവൻ. അസിയ്, ഇസ്യാൻ, ആസി. ആസി എന്നതിൻ്റെ കുറച്ചും കൂടി സൂപ്പർലേറ്റീവാണ് അസിയ്, ഫഈൽ എന്ന രൂപമാണ്. ആലിം, അലീം എന്ന് പറയുന്ന പോലെയാണ് ആസി, അസിയ്. ആസി എന്ന് പറഞ്ഞാൽ പാപി, ആസി പാപി, കൂടുതൽ പാപം ചെയ്യുന്നവൻ, കൂടുതലായി അനുസരണക്കേട് കാണിക്കുന്നവൻ എന്ന അർത്ഥത്തിലാണ് അസിയ്. അസിയ് ശരിക്കും ഫഈൽ ഇതാണ്, ഫഈൽ. അസീ ഇതാണ്, അസീ. പിന്നെ രണ്ടും ആയതുകൊണ്ട് അതോട് ചേർക്കപ്പെട്ട അസിയ് എന്നായി മാറി. ഫഈൽ, അലീം, ഖദീർ, സമീഅ്, ബസീർ, ആ വസ്നാണ് അസിയ്. അപ്പൊ ആ രൂപത്തിൽ വരുമ്പോൾ ധാരാളമായി ചെയ്യുന്നവൻ എന്നർത്ഥം വരും. ഫാഇൽ എന്നതിനേക്കാളേറെ കുറച്ചുകൂടെ മുബാലഗത്തുണ്ട് ഫഈൽ എന്ന വസ്നിന്. ഫാഇൽ പ്രവർത്തിക്കുന്നവൻ, ഫഈൽ ധാരാളമായി പ്രവർത്തിക്കുന്നവൻ എന്ന പോലെ ആസി അനുസരണക്കേട് കാണിക്കുന്നവൻ, അസിയ് ധാരാളമായി അനുസരണക്കേട് കാണിക്കുന്നവൻ എന്നർത്ഥം കൂടി അസിയിന് ഉണ്ട്. ഏതായാലും യഹ്യ ഇസ്ലാം ജബ്ബാറുമായിരുന്നില്ല, അദ്ദേഹം അസിയുമായിരുന്നില്ല. വലം യകുൻ ജബ്ബാറൻ അസിയ, അദ്ദേഹം അനുസരണക്കേട് കാണിക്കുന്ന ഒരു ക്രൂരനായിരുന്നില്ല എന്ന് വേണമെങ്കിൽ മലയാളത്തിൽ പറയാം. ഇല്ല, കളയപ്പെടും, പെട്ടും ഉപയോഗിക്കാം, പെടാതെ ഉപയോഗിക്കാം. ഈ സൂത്ത് പറഞ്ഞിട്ടുണ്ട്, വലം അകും ബിദുആഇക റബ്ബി ശഖിയ്യ. അവിടെ പിന്നെ അക്കുൻ എന്ന് ഉപയോഗിക്കാം, അക്കു എന്ന് ഉപയോഗിക്കാം. ഇവിടെ അല്ലാഹു കളയാതെയാണ് ഉപയോഗിച്ചത്. വലം യകുൻ കളഞ്ഞാലും അതേ അർത്ഥമാണ്, വലം യകു എന്ന് പറഞ്ഞാലും ഇതേ അർത്ഥമാണ്. രണ്ട് രൂപത്തിൽ ഉപയോഗിക്കാം. ഒരു വാവോട് കളയപ്പെട്ടു പോയതാണ്, യകൂനു എന്നാണല്ലോ. കാന യകൂനു, ആ വാവോട് പോയി ലമ്മ് വന്നപ്പോൾ ലം യകൂൻ എന്നായി. അപ്പോൾ രണ്ട് സ്കൂൾ ഒന്നിച്ച് വന്നു, ഇൽതിഖാഉ സാക്കിനൈൻ, രണ്ട് സാക്കിൻ ഒന്നിച്ച് വന്നപ്പോൾ ഒന്നിനെ കളയുക എന്നതിലേക്ക് വാവിനെ കളഞ്ഞു. സൗകര്യാർത്ഥമാണ് ന്യൂനെ കളയുന്നത്. അവിടെ ന്യൂനെ കളയാൻ നിയമമൊന്നുമില്ല. ഇവിടെ ന്യൂനെ കളയണം നിയമമില്ല, ഇതല്ല. ഇവിടെ എന്ത് വന്നുകൊണ്ടല്ല, ലമ്മ വന്നുകൊണ്ടല്ല ന്യൂനെ കളയണത്.
ലമ്മ് വന്നാൽ നൂനെ കളയുക എന്ന് പറഞ്ഞ ആ നൂനല്ല ഈ നൂന്, അത് നൂന് വേറെയാണ്. ലമ്മ് വന്നുകൊണ്ട് നൂനൊക്കെ കളയപ്പെട്ടു പോകില്ല. ഇത് സൗകര്യാർത്ഥം അറബികൾ അങ്ങനെ ഉപയോഗിച്ചതേ ഉള്ളൂ. അല്ലാതെ ഇവിടെയൊക്കെ നമ്മൾ വാലിദൈനി എന്നത് കളഞ്ഞതുപോലെ കളയാൻ പറ്റുന്ന നൂനല്ല ഈ നൂന്. എന്തുകൊണ്ടായിരിക്കും അത് കളയാൻ പറ്റാത്തത്? പലപ്പോഴും പറഞ്ഞല്ലോ സുക്കൂന് ഈ നൂന് കളയപ്പെടാൻ പാടില്ല. എന്തുകൊണ്ട്? ഇത് അസ്ലിൽപ്പെട്ട നൂനാണ്. ഇത് കാന എന്നതിലെ അസ്ലക്ഷരല്ലേ, അസ്ലിൽ ഉള്ള ഒന്നിനെ കളയാൻ നമുക്ക് അധികാരമില്ല. വാലിദൈനി എന്ന് പലയിടത്ത് നൂന് പിന്നെ വന്നതാണ്. വാലിദ് എന്ന പദത്തിനെ ദിവചനമാക്കി മാറ്റിയപ്പോൾ കൊടുത്ത നൂനാണത്. അത് എക്സ്ട്രാ ഫിറ്റിംഗ് ആണ്. എക്സ്ട്രാ ഫിറ്റിംഗ് എപ്പോൾ വേണമെങ്കിലും അയച്ചു ഒഴിവാക്കാം. മറ്റത് അസ്ലാണ്, എന്തിനും അയച്ചു ഒഴിവാക്കാൻ പറ്റത്തില്ലോ. അതുകൊണ്ട് ഈ അസ്ലിലുള്ള അക്ഷരത്തെ കളയുക എന്നത് ഈ നിയമത്തിൽ സാധാരണഗതിയിൽ വരില്ല. പിന്നെ ചില നീക്കുപോക്കിൽ മാത്രമാണ്. അപ്പൊ കാന യകൂനു, ആ നൂനും അവിടെയുള്ള നൂനാണ്. ഇവിടെ അധികം വന്നത് ഏതാണ്? ഇവിടെ അധികം വന്നത് ഏതാ? അല്ല, വാവ അധികം വന്നതല്ല, ഈ അലിഫ് വാവായി മാറിയതാണ്. കാന അസ്ലി കവനയാണ്. കാന ജനിച്ചപ്പോണ്ടായിരുന്ന രൂപം കവന എന്നാണ്. കവന. പിന്നെ നമുക്ക് വേണ്ടി തൽക്കാലമായി അഡ്ജസ്റ്റ് ചെയ്താണ്. കവന യക്വൂനു, അതാണ് ശരിക്കുള്ളത്. ഫഅല യഫ്ഉലു, കവന യക്വൂനു, അതാണ് ശരിക്കുള്ളത്. കവന യക്വൂനു. ഇവിടെ ഉച്ചാരണ സൗകര്യാർത്ഥം വാവ് ഫത്തഹായി വന്നു, അതിന് മുമ്പ് ഫത്തഹായി വന്നു. അത് പരിഗണിച്ചുകൊണ്ട് ഈ വാവിനെ മാറ്റിയിട്ട് അവിടെ അലിഫാക്കിയതാണ്. അതാണ് കാന. കവനയിലെ വാവിനെ മാറ്റി അലിഫാക്കി, അപ്പൊ കാന എന്നായി. അതോടെ മുദാരിക്ക് എന്ന ആ പ്രശ്നം ഇല്ല. ഇവിടെ വാവ് ഫത്തഹ്, വാവിന് മുമ്പിലും ഫത്തഹ്, ആ പ്രശ്നം ഇവിടെ വരുന്നില്ല. അതുകൊണ്ട് ഇവിടെ ആ വാവനെ തിരിച്ചു വന്നു. അവിടെ വാവിനെ അലിഫാക്കി മാറ്റി, ഇവിടെ വാവിനൊന്നും മാറ്റിയിട്ടില്ല. വാവ് അങ്ങനെ തന്നെ ഉണ്ട്, യക്വൂനു. പിന്നെ ഇനി ഉണ്ടായിച്ച ഇവിടെ വന്ന മാറ്റം വാവ് ലമ്മ്, കാഫിന് സുക്കൂന്. വാവ് നമ്മൾ സാധാരണ പറയുന്ന പോലെ ഇല്ലത്തിന് അക്ഷരമാണ്, ഹർഫുൽ ഇല്ല, ആരോഗ്യം കുറഞ്ഞ നിത്യരോഗിയായ അക്ഷരമാണ് വാവ്. അപ്പൊ രോഗിയായ വാവ് ലമ്മ്, ആരോഗ്യമുള്ള കാഫിന് സുക്കൂന്. അത് ചെറിയൊരു അന്യായമാണ്. അപ്പൊ തൽക്കാലം ഈ ഭാരമുള്ള ലമ്മെടുത്തിട്ട് കാഫിന് അങ്ങോട്ടെടുത്താണ്. വാവിന് സുക്കൂനായി കൊടുത്താൽ വാവ് ഫ്രീ ആണ്, ലോഡ് വഹിക്കേണ്ട ആവശ്യമില്ല. ലൊമ്മ് ലോഡാണ്. അപ്പം ഭാരമുള്ള ലൊമ്മിനെ ആരോഗ്യമില്ലാത്ത വാവ് വഹിക്കുകയും ഭാരമില്ലാത്ത സുക്കൂന് നല്ല ആരോഗ്യമുള്ള കാഫ് വഹിക്കുകയും ചെയ്യുമ്പോൾ അത് ശരിയല്ലോ. നമ്മളിത് ബസ് കയറിയാൽ ഒരു സുഖമില്ലാത്ത കയറുന്ന സീറ്റ് ഒഴിഞ്ഞു കൊടുക്കുമല്ലോ. കാരണം അത് പാവാണ്, അയാളോട് ഇരുന്നോട്ടെ, നമുക്ക് നിൽക്കാൻ കഴിയുമല്ലോ. അപ്പം ഈ വാവിനെ ലൊമ്മിനെ മാറ്റി അങ്ങോട്ട് കൊടുത്തു. അതാണ് യക്കൂനു. ശരിക്കും അസ്ല് ഉണ്ടാവേണ്ടത് യക്വൂനു എന്നാണ്. യക്വൂനു, അതാണ് യക്കൂനു എന്നായി മാറി. അപ്പൊ ഈ നൂന് ഇവിടെ ആദ്യമേ ഉള്ള നൂനാണ്. ഈ വാവ് ആദ്യമേ ഉള്ള വാവാണ്. ഈ കാഫും ആദ്യമേ ഉള്ള കാഫാണ്. അധികം വന്നത് യാ ആണ്. ഇവിടെ യാ എക്സ്ട്രാ വന്നു. അവിടെ ഈ യാവ് മാറും. യക്കൂന് ചിലപ്പോൾ തക്കൂനു എന്നാകും, ചിലപ്പോൾ അക്കൂനു എന്നാകും. അത് മുദാരിയാണെന്ന് അറിയിക്കാൻ വേണ്ടി കൊടുത്ത അക്ഷരമാണ്. മാലിൻ മാറി മുദാരിക്കെത്തി, അത് അറിയിക്കാനാണ് ഈ അക്ഷരം കൊടുക്കുന്നത്. അതുകൊണ്ട് ഹർഫുൽ മുദാറഅത്തിന്റെ അക്ഷരമാണ്. മുദാരിയാണ് ഇത് സൂചിപ്പിക്കാൻ വേണ്ടി കൊടുക്കുന്ന അക്ഷരം. ഇതിപ്പോൾ നമ്മൾ ആയത്ത് കിടന്നപ്പോൾ വന്നു വെച്ചാൽ അതിന് മുമ്പ് ലമ്മ് വന്നു. അപ്പൊ ശരിക്ക് യകൂനു എന്ന വാക്ക് ഇതിന് മുമ്പിൽ ലമ്മ് വന്നു. ലമ്മ് വന്നാൽ അവസാനത്തിൽ ജസ്മ് അല്ലെങ്കിൽ സുക്കൂൻ ചെയ്യണം. ജസ്മിന്റെ അടയാളമാണ് സുക്കൂൻ. അപ്പൊ ഇവിടെ യകൂനു എന്നുള്ള എന്തായി മാറണം? യകൂൻ എന്നായി മാറണം. യകൂനു എന്നുള്ള ഒന്ന് മാറിയിട്ട് അവിടെ സുക്കൂൻ വരണം, യകൂൻ. അങ്ങനെ വരുമ്പോൾ ഒരു പ്രശ്നം വന്നു. വാവിന് സുക്കൂന്, നൂനും സുക്കൂന്. വാവിന് സുക്കൂന് ഫതഹും കസ്റും ഒന്നുമില്ലെങ്കിൽ പിന്നെ അതിനർത്ഥം സുക്കൂനാണ്. ഹർക്കത്തും സുക്കൂനും. ഹർക്കത്ത് ചലനം, സുക്കൂന് നിശ്ചലം.
ഫതഹ് ചലനമാണ്, കസ്ർ ചലനമാണ്, ലമ്മ് ചലനമാണ്. ചലനമില്ല എന്ന് പറഞ്ഞാൽ അർത്ഥം നിശ്ചലമാണ്. ഫതഹും കസ്റും ലമ്മും ഇല്ലെങ്കിൽ സുക്കൂനാണ്. സുക്കൂൻ ഒരു പൂജ ഇട്ടോളുന്നില്ല, ഇട്ടില്ലെങ്കിലും ഫതഹും കസ്റും ലമ്മും ഇല്ല എന്നതിനർത്ഥം അവിടെ സുക്കൂനാണ്. അപ്പോൾ വാവും സുക്കൂന്, നൂനും സുക്കൂന്. അപ്പോൾ ലം യകൂൻ എന്ന് പറയണം. അത് ഉച്ചരിക്കാനും പ്രയാസം. അറബിയിൽ രണ്ട് സുക്കൂൻ ഒന്നിച്ച് വരിക എന്നുള്ളത് ഉണ്ടാവില്ല. ഇൽത്തിഖാ ഉസാക്കിനൈൻ, രണ്ട് സാക്കിനുകൾ ഒന്നിച്ച് ഉണ്ടാവുക എന്ന പ്രയാസമാണ്. അപ്പോൾ ഇവിടെ അതിന് പരിഹാരം വേണം. അപ്പം എന്ത് ചെയ്യും? അപ്പം രണ്ടാൽ ഒന്ന് നമ്മൾ കളയണം. അസ്ലിയായതാണ്, പക്ഷേ ഈ സൗകര്യത്തിന് വേണ്ടി മാത്രം. രണ്ട് സ്കൂൾ ഒന്നിച്ച് വന്നപ്പോൾ പറയാനുള്ള പ്രയാസം കൊണ്ട് സൗകര്യത്തിന് വേണ്ടി മാത്രം രണ്ടാൽ ഒന്നിനെ കളയണം. അപ്പം നൂനെ കളയണോ വാവിനെ കളയണോ? കളയാൻ നല്ലത് വാവാണ്. കാരണം വാവ് ഏതായാലും രോഗിയാണ്, നൂന് ആരോഗ്യമുള്ളതാണ്. എന്നാൽ പിന്നെ ആരെ ഒഴിവാക്കാൻ നല്ലത്? തൽക്കാലം സുഖമില്ലാത്തൊരു വൈക്കോളി, ആരോഗ്യമുള്ളപ്പോൾ നിന്നാൽ മതി. കാരണം ഓരോ കൂടെ നമ്മളെടുക്കാറാവാണ്. സുഖമില്ലാത്ത ഒരാൾ ഒപ്പം കൂടിയാൽ നമ്മളെ യാത്ര എടുക്കാൻ മുടങ്ങും. അയാളെ വെയിറ്റ് ചെയ്യണം, അയാൾ നമ്മളിപ്പോൾ എത്തൂല്ല, അപ്പോൾ എടുങ്ങാനാണ്. അപ്പോൾ തൽക്കാലം അതാണ് ഒഴിവാക്കി കൊടുക്കുക. അതാണ് ലം യകുൻ വലം യകുൻ ജബ്ബാറൻ അസിയ്യ. അവിടെ വാവ് കളയപ്പെട്ടു പോയി. അറബികൾ കുറച്ചും കൂടെ സൗകര്യം പരിഗണിച്ചുകൊണ്ട് അവർ ചില നിയമത്തിന് അപ്പുറത്തെ നിയമം ഉണ്ടാക്കി. നിയമത്രേ ഉള്ളൂ. ഇനി കുറച്ചും കൂടെ സൗകര്യമാണ് പറയാൻ, ഇതും കൂടി ഇല്ലായിരുന്നുവെങ്കിൽ ലം യകു, അത് അറബികൾ ഉപയോഗിച്ച് പോന്നിട്ടുണ്ട്. അത് അല്ലാഹു തആല അംഗീകരിച്ചു. ഖുർആനിൽ അങ്ങനെ തന്നെ പല സ്ഥലത്തും ഉപയോഗിക്കുകയും ചെയ്തു. അപ്പം പിന്നെ അതും പറ്റുമെന്നതിന് മനസ്സിലായി. അപ്പം ആ നൂന് കളയാൻ പ്രത്യേകിച്ച് നിയമം ഉണ്ടോ ചോദിച്ചാൽ പ്രത്യേകിച്ച് നിയമമൊന്നുമില്ല. അല്ല ലമ്മ് വന്നുകൊണ്ട് ആ നൂന് പോയതല്ല അർത്ഥം. ലമ്മ് വന്നുകൊണ്ട് പോയത് ഈ വാവാണ്. നൂന് പോയത് അറബികൾ അങ്ങനെ ആ നൂനെ കളഞ്ഞുകൊണ്ട് പണ്ടക്കും പണ്ടേ ഉപയോഗിക്കുന്നുണ്ട്. ഓല വാസന ഒഴിക്കുന്നത് ചെയ്യാം. അതെന്താ പോലെ അങ്ങനെ കളയാൻ എന്ന് ചോദിക്കാൻ നമ്മളാരാ? അതുകൊണ്ട് അവരുടെ ഭാഷയിൽ അവരങ്ങനെ പ്രയോഗിച്ചു പോന്നു. ആ പ്രയോഗം ഖുർആനും അംഗീകരിച്ചു. അതുകൊണ്ട് അത് നിയമവിരുദ്ധമല്ല എന്ന് അതിലൂടെ ബോധ്യപ്പെടുന്നു. ഇല്ല, സന്ദർഭമൊന്നുമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉപയോഗിക്കാം. പക്ഷെ ഖുർആനിൽ നൂനോട് വന്നാൽ നൂനോട് നമ്മൾ പാരായണം ചെയ്യുക, നൂനില്ലാതെ വന്നാൽ നൂനില്ലാതെ പാരായണം ചെയ്യുക. അതാണ് വലം യകുൻ. അപ്പൊ ഇവിടെ നൂന് കളയപ്പെട്ടിട്ടില്ല, എന്നാൽ മേലെ രണ്ടും വന്നു. ഇപ്പൊ മൂന്നാമത്തെ ആയത്തില് വലം അകുൻ ബിദുആഇക റബ്ബി ശഖിയ്യ, അവിടെ വലം അകുൻ എന്നാണ് വന്നത്. അവിടെ നൂന് ഉണ്ടായിക്കൊണ്ട് തന്നെ പറഞ്ഞു. അതേപോലെ നൂനില്ലാതെയും ഉപയോഗിച്ചത് 9-ാമത്തെ ആയത്ത് വഖദ് ഖലഖ്തുക മിൻ ഖബ്ലു വലം തകു ശൈആ. വലം തകു അവിടെ നൂന് പോയി, വലം തകുൻ എന്നാണ്. അത് വലം തകു എന്നാക്കി മാറ്റി. അവിടെ നൂന് കളഞ്ഞുകൊണ്ടും ഉപയോഗിച്ചു. ഇവിടെ വീണ്ടും നൂനോട് കൂടി ഉപയോഗിച്ചു. വലം യകുൻ, ഇവിടെ നൂനുണ്ട്. വലം യകുൻ, അദ്ദേഹം ആയിരുന്നില്ല ജബ്ബാറൻ അസിയ്യ, അനുസരണക്കേട് കാണിക്കുന്ന ഒരു ക്രൂരനായവൻ ആയിരുന്നില്ല അദ്ദേഹം. പടച്ച റബ്ബിനെ അനുസരിക്കുന്നവരാണ്, റബ്ബിനെ കൽപ്പനകൾ പാലിക്കുന്നവരാണ്, ജനങ്ങളെ പരിഗണിക്കുന്നവരാണ്, അഹങ്കാരമില്ലാത്ത, പൊങ്ങച്ചമില്ലാത്ത, മേൽക്കൊയ്മയില്ലാത്ത, വിനയമുള്ള, ലാളിത്യമുള്ള ആളായിരുന്നു യഹ്യാ നബി അലൈഹിസ്സലാം എന്നാണ് ഈ വചനങ്ങൾ പഠിപ്പിക്കുന്നത്. വസലാമുൻ അലൈഹി യൗമ വുലിദ വയൗമ യമൂതു വയൗമ യുബ്അസു ഹയ്യാ. അടുത്ത മദ്ഹ്, അടുത്ത വിശേഷണങ്ങൾ. വസലാമുൻ അലൈഹി, അദ്ദേഹത്തിന് മേൽ സലാം, സമാധാനം, അള്ളാഹുവിൻ്റെ പ്രത്യേകമായ രക്ഷ, പ്രത്യേകമായ സമാധാനം അദ്ദേഹത്തിന് ചൊരിഞ്ഞു നൽകിയിട്ടുണ്ട്. വസലാമുൻ അലൈഹി, അദ്ദേഹത്തിന് അള്ളാഹു പ്രത്യേകമായി സലാം നൽകി. യൗമ വുലിദ, അദ്ദേഹം ജനിച്ച ദിവസത്തിൽ. യൗമ വുലിദ, ജനിച്ച ദിവസത്തിൽ. വുലിദ ജനിച്ചു, വലദ പ്രസവിച്ചു, വുലിദ പ്രസവിക്കപ്പെട്ടു അഥവാ ജനിച്ചു. വലദ പ്രസവിച്ചു, ഉപയോഗിക്കുന്നുണ്ട്. വുലിദ പ്രസവിക്കപ്പെട്ടു, അതായത് ജനിച്ചു.
യൗമ വുലിദ അദ്ദേഹം പ്രസവിക്കപ്പെട്ട ദിവസം, അദ്ദേഹം ജനിച്ച ദിവസം അദ്ദേഹത്തിന് സമാധാനം. വയൗമ യമൂതു അദ്ദേഹം മരിക്കുന്ന ദിവസവും, ജനിച്ച അന്ന് മാത്രമല്ല വയൗമ യമൂതു മരിക്കുന്ന ദിവസവും അദ്ദേഹത്തിന് സമാധാനം. വയൗമ യുബ്അസു അദ്ദേഹം ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന ദിവസവും, ഹയ്യ ജീവനുള്ളവനായിക്കൊണ്ട് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന ആ ദിവസം, അന്നും അദ്ദേഹത്തിന് പ്രത്യേകമായ സമാധാനം. ഒരു മനുഷ്യന്റെ ജീവിത പ്രയാണത്തിൽ പ്രധാനപ്പെട്ട 3 ഘട്ടങ്ങളാണ്. ഒന്ന്, ഭൂമിയിലേക്ക് ആദ്യമായി വരുന്ന ദിവസം, ആലമുദ്ദുഞ്ഞ. ഈ ആലമുദ്ദുഞ്ഞയിലേക്ക് ഒരാൾ കടന്നു വരുന്നത് ജന്മത്തോടു കൂടിയാണ്. 2, ബർസഖ്. ബർസഖി ലോകത്തേക്കുള്ള ഒരാളുടെ പ്രവേശനമാണ് മരണം. ഖബറിലേക്ക് പോകുന്ന ആ യാത്രയുടെ തുടക്കം മരണമാണ്. വയൗമ യമൂത്ത്. ഇനി യൗമുൽ ആഖിറ, ദാറുൽ ആഖിറ, പരലോകം എന്ന് പറയുന്ന ഭവനം, അതിലേക്കുള്ള പ്രവേശനമാണ് ബഅസ്, ഖബറിന് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക. അപ്പൊ ആ 3 ലോകത്തും, ദുനിയാവിലും ബർസഖിലും ആഖിറത്തിലും അദ്ദേഹത്തിന് പ്രത്യേകമായ സമാധാനം, പ്രത്യേകമായ രക്ഷ അല്ലാഹു തആല നൽകിയിരിക്കും. അപ്പോൾ ചെറിയ കാര്യമല്ല. അതോടെ മറ്റു പ്രവാചകന്മാർക്കൊക്കെ അല്ല പറഞ്ഞപ്പോൾ പറയാത്ത പ്രയോഗം ഇതിൽ പറഞ്ഞു. വസലാമുൻ അലാ നൂഹിൻ എന്ന ഖുർആനിൽ കാണാൻ പറ്റും. വസലാമുൻ അലാ ഇബ്രാഹിം, അവിടെയൊക്കെ അവർക്ക് സലാം എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഇവിടെ ഈ 3 ഘട്ടങ്ങൾ പ്രത്യേകം എടുത്തു പറഞ്ഞു. അപ്പൊ ജനിച്ചപ്പോൾ, ഭൂമിയിലേക്ക് ജനിച്ചു വന്ന ഘട്ടം മുതൽ, ബർസഖിലേക്ക് യാത്ര പോകുന്ന ഘട്ടം മുതൽ, ഖിയാമത്തും കഴിഞ്ഞ് പരലോകത്ത് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന ആ ഘട്ടത്തിലടക്കം, അഥവാ മൊത്തം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും അള്ളാഹു പ്രത്യേകമായ ഒരു സലാം അദ്ദേഹത്തിന് നിശ്ചയിച്ചിട്ടുണ്ട്, നൽകിയിട്ടുണ്ട് എന്ന് ഈ പ്രയോഗം അറിയിക്കുന്നുണ്ട്. അതിന് താഴെ ആയിരിക്കാം, പക്ഷെ പ്രത്യേകം എടുത്തു പറഞ്ഞു. ഇത് പ്രത്യേകം ഫളായിക്കോ, അപ്പം മറ്റു നബിമാർക്കൊന്നും ഇല്ലാത്ത ഒരു ഫളായിക്കൊണ്ട് തഫ്സീറൊക്കെ പ്രത്യേകം പരാമർശിച്ചു. മറ്റവർക്ക് സലാം ഉണ്ടാവുക ഉണ്ടാകും, പക്ഷെ ഇത് അല്ലാഹ് പ്രത്യേകം എടുത്തു പറഞ്ഞത് മാത്രമല്ല, ഖുർആനിൽ അത് വചനമായി ഇറക്കി ഖിയാമത്ത് വരെയുള്ള മുസ്ലിമീങ്ങളെ കൊണ്ട് ഇത് പാരായണം ചെയ്യുകയും ചെയ്തു. ഒരു സലാം അല്ലാഹ് നിശ്ചയിച്ചു കൊടുത്തു മാത്രമല്ല, ഖിയാമത്ത് വരെ ലോകത്തെ മുസ്ലിമീങ്ങൾ മുഴുവനും യഹ്യാ നബിക്ക് ഈ 3 ഘട്ടത്തിലും സലാമുണ്ട് എന്നിങ്ങനെ ആവർത്തിച്ച് നമ്മളൊക്കെ പാരായണം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അപ്പം അത് ചെറിയ അംഗീകാരമല്ല, ഒരു വലിയ ഫളല്, വലിയ ഷറഫ് അല്ലാഹു അതിലൂടെ അദ്ദേഹത്തിന് നൽകുന്നു. ഇനി അതേപോലെ ഈസാ നബിയെ പറ്റി പറയുമ്പോഴും ശേഷം വരുന്നുണ്ട്, അസ്സലാമു അലയ്യ യൗമ വലിദ്തു വയൗമ അമൂതു വയൗമ ഉബ്അസു ഹയ്യ. അവിടുത്തെ പ്രയോഗത്തിൽ വ്യത്യാസം ഉള്ളതാണ്. തഫ്സീലൊക്കെ കാണാം. സംഭവം ഈസാ നബിയും യഹ്യാ നബിയും കൂടെ സംഗമിച്ചു. രണ്ടുപേരും ഒരു കാലക്കാരാണല്ലോ. സക്കറിയ നബിയുടെ മകനാണ് യഹ്യാ നബി. അതേ സമയത്താണ് മറിയം ബീവിയോടെ ജീവിക്കുന്ന. ആ മറിയം ബീവി പിന്നീട് പ്രസവിച്ചതാണ് ഈസാ അലൈഹി ഇസ്ലാം. ഒരു തമ്മിൽ ബന്ധുക്കളുമാണ്. അവർ സംഗമിച്ചപ്പോൾ ഈസാ അലൈഹി ഇസ്ലാമിനോട് യഹ്യാ നബി പറഞ്ഞു, ഉദ്ഉല്ലാഹ ലീ, താങ്കൾ എനിക്ക് വേണ്ടി ദുആ ചെയ്യണം എന്ന് ഈസാ നബിയോട് യഹ്യാ അലൈഹി ഇസ്ലാം പറഞ്ഞു. അപ്പൊ ഈസാ നബി പറഞ്ഞു, ഇല്ല, ഉദ്ഉല്ലാഹ ലീ, താങ്കൾ എനിക്ക് വേണ്ടി ദുആ ചെയ്യണം, കാരണം അൻത അഷ്റഫു മിന്നി, താങ്കൾ എന്നേക്കാളും ഷറഫാക്കപ്പെട്ടവനാകുന്നു എന്ന് പറഞ്ഞത് തഫ്സീർ ഇബ്നു കസീർ അടക്കമുള്ള തഫ്സീറൊക്കെ കാണുന്നുണ്ട്. വല്ലാഹു അഅലം. അപ്പൊ അങ്ങനെ ഒരു ഫളലായി ഇതിനെ പ്രത്യേകം എടുത്തു പറയുന്നു. അപ്പൊ എന്തുകൊണ്ട് ഇവിടെ ഇപ്പൊ രണ്ടാക്കും അല്ലാഹ് പറഞ്ഞത് ഒന്നേനാണല്ലോ. യഹ്യാ നബിയെ പറ്റി പറഞ്ഞപ്പോഴും യൗമ വുലിദ വയൗമ യമൂതു വയൗമ യുബ്അസു ഹയ്യ. ഈസാ നബിയെ പറ്റി പറഞ്ഞപ്പോഴും യൗമ വുലിദ്തു വയൗമ അമൂതു വയൗമ ഉബ്അസു ഹയ്യ എന്ന് അവിടെയും പറഞ്ഞു. ഈ 3 ഘട്ടം അവിടെയും പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും എന്തുകൊണ്ട് ഈസാ നബിയേക്കാൾ ഫളൽ യഹ്യാ നബിക്ക് എന്ന് വന്നു അങ്ങനെയുണ്ടെങ്കിൽ, അപ്പൊ ഇവിടെ വസലാമുൻ അലൈഹി എന്ന് അല്ലാഹ് പറയാണ്. അദ്ദേഹത്തിന് അല്ലാഹു പ്രത്യേകമായ സലാം നൽകിയിരിക്കുന്നു. മറ്റൊരു വസലാമുൻ അലയ്യ, എൻ്റെ മേൽ പ്രത്യേകമായ സലാമുണ്ട് എന്ന് ഈസാ നബി ഇസ്ലാം പറയുകയാണ്. അല്ലാഹുവിന്റെ വഹയി പ്രകാരം തന്നെ, വെറുതെ അറിയില്ല. അപ്പോൾ ഈസാ നബി സ്വയം പറഞ്ഞാണ് എനിക്ക് അല്ലാഹുവിന്റെ സലാമുണ്ട്. ഇവിടെ അല്ലാഹ് എടുത്തു പറയാൻ നമ്മോട് അദ്ദേഹത്തിന് നാം സലാം ചൊരിഞ്ഞിരിക്കുന്നു. അപ്പൊ ആ പ്രയോഗത്തിൽ ഒരു ഏറ്റ വ്യത്യാസമുണ്ട്, ഫളലുണ്ട് എന്നാണ് അതിന് ഒരു വജ്ഹായി ന്യായമായി
തഫ്സീലൊക്കെ പലരും പറഞ്ഞു കാണുന്നത് വല്ലാഹു അഅലം. ഉറപ്പിക്കാൻ നമുക്ക് നിർവാഹമില്ല. ഏതായിരുന്നാലും വസലാമുൻ അലൈഹി, അദ്ദേഹത്തിന് പ്രത്യേകമായ സലാം, രക്ഷ, സമാധാനം. യൗമ വുലിദ, അദ്ദേഹം ജനിച്ച ദിവസത്തിൽ. യൗമ വുലിദ, അദ്ദേഹം ജനിച്ച ദിവസത്തിൽ, അഥവാ നേരത്തെ പറഞ്ഞ പോലെ ഭൂമിയിലേക്ക് വന്ന ദിവസം. വയൗമ യമൂതു, അദ്ദേഹം മരിക്കുന്ന ദിവസവും. വയൗമ യമൂത്ത്, മരിക്കുന്ന ദിവസവും. വയൗമ യുബ്അസു, ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന ദിവസവും. ഹയ്യ, ഹയ്യായിക്കൊണ്ട് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന ദിവസവും. വയൗമ യുബ്അസു ഹയ്യ, ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന ദിവസം. ബഅസ യബ്അസു, ബഅസ പുനർജീവിപ്പിച്ചു, ഉയർത്തെഴുന്നേൽപ്പിച്ചു. ബഅസ യബ്അസു, ഉയർത്തെഴുന്നേൽപ്പിക്കും. യുബ്അസു, ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും. വയൗമ യുബ്അസു, ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന ദിവസത്തിൽ. ഹയ്യ, ജീവനുള്ളവനായി. ശരിക്കും യുബ്അസ് എന്ന് പറഞ്ഞാൽ തന്നെ ജീവനോടെ എണീറ്റ് വരിക എന്നാണല്ലോ. ഖബറിന്ന് രണ്ടാമത് എണീറ്റ് വരിക എന്നാണ് ബഅസ യബ്അസു. പിന്നെ ഹയ്യൻ എന്നെന്തിനു പറഞ്ഞു എന്നാ. യുബ്അസ് എന്ന് പറഞ്ഞാൽ തന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടാനായി, പുനർജീവിപ്പിക്കപ്പെടുക. അപ്പൊ യുബ്അസു ഹയ്യ എന്ന് പറയേണ്ട ആവശ്യമില്ല. യുബ്അസ് പറഞ്ഞാൽ പോലെ ഒന്നുകിൽ ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടി പറഞ്ഞത്, ഉപയോഗിക്കുന്ന തെറ്റൊന്നുമല്ല. അല്ലെങ്കിൽ യഹ്യ അലൈഹിസ്സലാത്തു വസ്സലാം ശത്രുക്കളെ കരങ്ങളെ കൊല്ലപ്പെട്ടവരാണ്, അപ്പൊ അദ്ദേഹം ഷഹീദാണ്. ഷഹീദ് ഇവിടുന്ന് മരിച്ചു ബർസഖിലേക്ക് പോകുമ്പോഴും ഷഹീദ് എന്ന അഹ്യാഉൻ ഇൻദ റബ്ബിഹിം, റബ്ബിന്റെ പക്കൽ അവർ ജീവിച്ചിരിപ്പുള്ളവരാണ്. അതുകൊണ്ടായിരിക്കാം യുബ്അസ് പറഞ്ഞിട്ട് പിന്നെയും ഹയ്യ എന്ന് പറഞ്ഞത്. ഇമാം റാസിയൊക്കെ അങ്ങനെ ഒരു ന്യായം അത് പറയുന്നുണ്ട്. യുബ്അസ് കഴിഞ്ഞിട്ട് ഹയ്യ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഹയ്യ കൊണ്ട് ഉപയോഗിച്ചത് അദ്ദേഹം ഷഹീദായിക്കൊണ്ടാണ് ഇവിടുന്ന് മരിക്കുക എന്ന സൂചന അതിൽ തന്നെ ഉണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം ഇവിടുന്ന് ദുന്യാവിന് തൽക്കാലം മരണപ്പെട്ടു എന്ന് പറയുമെങ്കിലും അള്ളാഹുവിന്റെ അടുക്കൽ പ്രത്യേകമായ ജീവിതം ഇവർക്ക് സുഹൃതാക്കന്മാർക്കുണ്ട്. അതുകൊണ്ട് അവർ യുബ്അസു എന്ന് പറയുമ്പോൾ തന്നെ യുബ്അസു ഹയ്യ എന്ന് ഉപയോഗിച്ചത് ആ ഒരു ഇതിലേക്കുള്ള സൂചനയാണ് എന്ന് തഫ്സീർ റാസിയിലൊക്കെ കാണുന്നു. വല്ലാഹു അഅലം. അയച്ചു അർത്ഥമുണ്ട്. ബഅസക്ക് അയച്ചു, സന്ദേശം അയക്കുക, ദൂതന്മാരെ അയക്കുക, അതിനൊക്കെ ബഅസ എന്ന് ഖുർആൻ തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. ലൻ ബഅസ റസൂല തുടങ്ങിയ പ്രയോഗങ്ങളൊക്കെ ഹാദല്ലി ബഅസ അല്ലാഹു റസൂല എന്നൊക്കെയുള്ള പ്രയോഗങ്ങൾ കാണാൻ പറ്റും. അപ്പോൾ ബഅസ അയച്ചു, അല്ലെങ്കിൽ നിയോഗിച്ചു എന്നും ആ വാക്കിന് അർത്ഥമുണ്ട്. ബഅസ അത് ഓർഡർ മാറിയാൽ അബസ എന്നായാൽ കളി, വിനോദം എന്നർത്ഥം. അബസ്, അബസ ഖലഖനാകും അബസ, ഒരു വൃഥാവിലായിക്കൊണ്ട് നിങ്ങൾ സൃഷ്ടിച്ചുവെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അത് ബഅസന്റെ തർത്തീബ് പറയാൻ മതി. ബഅസ അബസ എന്നായാൽ കളിയായി അല്ലെങ്കിൽ വിനോദമായി, വൃഥാവിലായി, ഒരു പ്രത്യേകിച്ച് ഉദ്ദേശമൊന്നുമില്ലാതെ ചെയ്യുന്നതിനാണ് അബസ എന്ന പദം ഉപയോഗിക്കാറുള്ളത്. ഭർത്താഴ്ച മുതൽ ഇനി മറിയം ബീവിയും അതേപോലെ ഈസാ നബിയുമായി ബന്ധപ്പെട്ട സംഭവങ്ങളാണ് ഇനിയുള്ള കുറച്ചധികം വചനങ്ങളിൽ വരുന്നത്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ് എടുക്കാം. മൊത്തം അർത്ഥം വബർറം ബിവാലിദൈഹി, അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളോട് അദ്ദേഹം ഏറെ നന്മ ചെയ്യുന്നവനായിരുന്നു. വലം യകുൻ ജബ്ബാറൻ അസിയ്യ, അനുസരണക്കേട് കാണിക്കുന്ന ഒരു ക്രൂരനായിരുന്നില്ല അദ്ദേഹം. വസലാമുൻ അലൈഹി, അദ്ദേഹത്തിന് മേൽ സമാധാനമുണ്ട്. യൗമ വുലിദ, അദ്ദേഹം ജനിച്ച അന്ന്. വയൗമ യമൂതു, അദ്ദേഹം മരിക്കുന്ന അന്നും. വയൗമ യുബ്അസു ഹയ്യ, അദ്ദേഹം ജീവനോടെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന ദിവസത്തിലും. ഒന്നുകൂടെ ഓതാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وبرا بوالديه ولم يكن جبارا عصيا وسلام عليه يوم ولد ويوم يموت ويوم يبعث حيا. سبحانك اللهم.